അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഇവിടെ മഴയൊക്കെ തോർന്നൊന്ന് നിൽപ്പുണ്ട് കേട്ടോ, ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ഇതുവരെയും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നടത്തി കളയാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഇടയ്ക്ക് പിന്നെ ഹോസ്പിറ്റലിലായേ, പിന്നെ ഇന്ന് മെനങ്ങാന്നാണ് കേട്ടോ നമ്മൾ ഡിസ്ചാർജ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ പിന്നെ പേര് മഴ ആയതുകൊണ്ട് എങ്ങും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇന്നാക്കി കളയാമെന്ന് വിചാരിച്ചു. മഴ ഇല്ലാതിരിക്കണേന്ന് പ്രാർത്ഥിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാഗൊക്കെ എടുത്തിട്ടാണ് ഇന്ന് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുടയും വടിയൊക്കെ അതിനകത്ത് കയറ്റി വെക്കണമല്ലോ. പോകുന്ന വഴിക്ക് മഴയത്തെങ്ങാനും പെട്ടുപോയാൽ പോയില്ലേ. അപ്പോൾ കാണാം വാപ്പ വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് കറങ്ങാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു എന്താ പോരുന്നോ എൻ്റെ കൂടെയെന്ന്. കേൾക്കേണ്ട താമസം ദാ പാൻറ്റ് ഷർട്ട് ഇട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു. എൻ്റെ അമ്മ ആണെങ്കിൽ ലിസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉടനെ തന്നെ. വലിയ വാച്ച് വേണോ? വലിയ വാച്ച് സമയം നോക്കാൻ പറ്റണം. അമ്നുവിന് പുതിയ വാച്ച് വാങ്ങുന്ന കാര്യമാണ് കേട്ടോ അവൻ പറയുന്നത്. പിന്നെ അതിനുവാണെങ്കിൽ പിണങ്ങി അകത്തിരിപ്പുണ്ട്. അപ്പോൾ അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ റോഡിലോട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് വന്നിട്ടുണ്ട്. കയറിയത് നമുക്ക് ഈസ്റ്റോട്ട് ബസ് കിട്ടി കേട്ടോ. പിന്നെ അതിലോട്ട് കയറി അങ്ങ് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് വല്ല വിധേന ഈസ്റ്റോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നേരെ നടന്നത് വാപ്പ കുറേ ദിവസം കൊണ്ട് പറയണം വാപ്പാക്ക് ഒരു കാലം കൂടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വാപ്പാക്ക് ഒരു 3 ഫോൾഡ് കൂടെ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കുട കാണും വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയത് ആ കുടക്കട കണ്ടു. അങ്ങനെ ആ കുട ഈസ്റ്റോട്ടിൽ ചെന്നാൽ 200 രൂപയ്ക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ കുടകളുണ്ടല്ലോ. അങ്ങനെ ആ കുടയിൽ ഒരു കുട വാപ്പാക്ക് ഒപ്പിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാമചന്ദ്രനിലോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ കുളത്തിലൊക്കെ നിറച്ച് വെള്ളം കയറി കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ വഴിയിലൊക്കെ ഇങ്ങനെയുള്ള ബാഗും സാധനങ്ങളും ഷോളുകളൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണെല്ലാം ആ വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്താണെന്ന് അറിയില്ല കേട്ടോ, എത്ര ഉണ്ടെങ്കിലും ഷോളുകളും ബാഗും ഒക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് ആ വഴിക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ രാമചന്ദ്രൻ്റെ ബാക്ക് ടു സ്കൂൾ സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്, ഷോപ്പിംഗ് സെൻറ്ററിൽ കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ അവിടെ തുണികളും ഉണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ ആവശ്യമായ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ അവിടെ കയറി നോട്ട് ബുക്കാണ് നമ്മൾ എടുത്തിട്ടുള്ള നോട്ട് ബുക്ക്, പെൻസിൽ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പിന്നെ സാധാ ബോക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. പേന, നൈം സ്ലിപ്പ്, ബ്രൗൺ പേപ്പർ, അതൊക്കെ. അപ്പോൾ ഈ ബോക്സ് നോക്കി വരണ ഒരു വല്ലാത്ത കാര്യമാണ് കേട്ടോ. കാറും ഇതൊക്കെ ഉള്ളതൊക്കെ അവനിക്ക് ഇപ്പോൾ വേണ്ടാന്നാണ് പറയുന്നത്. അവൻ ഇപ്പോൾ വലുതായി പോയി വേറെ എന്തെങ്കിലും മോഡൽ നോക്കാമെന്ന് പറഞ്ഞ അവസാനം എന്താ അങ്ങനെയുള്ള ഒരെണ്ണം തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബാഗ് വാങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് നല്ല നല്ല ബാഗുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവന് റെയിൻകോട്ട് സ്വന്തമായിട്ടുള്ളൊരു ബാഗ് വേണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ സ്വന്തമായിട്ട് റെയിൻകോട്ടുള്ള 1-2 ബാഗുകൾ എടുത്ത് വെച്ചു. അപ്പോൾ ചിലതിനൊന്നും റെയിൻകോട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ റെയിൻകോട്ടുള്ള 2 എടുത്ത് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാഗൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങാനായിട്ട് വന്നു കേട്ടോ. എല്ലാ വർഷവും എനിക്ക് ഈ വാട്ടർ ബോട്ടിൽ വാങ്ങുന്നത് 1-2 ഒക്കെ വാങ്ങേണ്ടി വരും കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സ് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ള ആകെ 2 കേട്ടോ. കാരണം പ്ലേ ക്ലാസ്സിൽ വാങ്ങിയത് തന്നെ 3-ാം ക്ലാസ് വരെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് ആയിരുന്നല്ലോ. അങ്ങനെ 2 വർഷം സ്കൂളിൽ പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് തന്നെ കൊണ്ടുപോയി. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിക്കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ നല്ലൊരു വാട്ടർ ബോട്ടിൽ നോക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സ്കൂളിൽ കൊണ്ടുപോയി തട്ടിയിട്ട് പൊട്ടിച്ചും അതും ഇതുമൊക്കെ ആക്കി കൊണ്ടുവരും. അതാണ് പരിപാടി. പിന്നെ അതാ നമ്മൾ കറി വെക്കാനായിട്ട് ഒരു പാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച സൈസിനുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഈ ലോറിയുടെ ബോക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മക്കുട്ടി അതിനും ഉണ്ടായിരുന്നെങ്കിൽ അതും കൊണ്ടേ ഇവിടെ നിന്ന് വരത്തുള്ളായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി നമ്മളിത് ബില്ലിടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ലഞ്ച് കിട്ടി, ഒരു കിടുതാപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ കളിക്കുന്ന. അതൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ടവൽ വാങ്ങാനായിട്ട് പോയി. ലഞ്ച് പൊതിയുന്ന ടവലേ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഷൂ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെരുപ്പിടെ കയറി നല്ല അടിപൊളി ചെരുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഷൂ വാങ്ങിയത്. അങ്ങനെ അവിടെ തന്നെ ഇപ്രാവശ്യം ഷൂ വാങ്ങി. ഷൂവിനൊക്കെ എന്താ വില. അങ്ങനെ അവൻ്റെ കാലിൽ കണക്കാകാൻ വലിയ കാലാണല്ലോ എന്നൊക്കെ കടയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. ഓക്കെയാണോ? ലൂസ് ഉണ്ടോ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷൂ എല്ലാം വാങ്ങി പൈസ എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ വന്നത് അമ്നുവിനും അതിനും ഉടുപ്പ് വാങ്ങാനായിട്ട് തട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ തട്ടിലോട്ട് വന്ന് ഉടുപ്പ് നിക്കറൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പത്മനാഭ ഹോട്ടലിലോട്ട് കയറി നല്ല വെജിറ്റേറിയൻ ഒരു ഊണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചമ്പാവരി തീർന്നു പോയിട്ടുണ്ട്. പൊന്നിയരിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പൊന്നിയരിയെങ്കിൽ പൊന്നിയരി എന്തെങ്കിലും നിന്ന് വിശപ്പടക്കണം. അങ്ങനെ പിന്നെ നമ്മൾ 3 പേരും കൂടി ഇതാ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാർ, കിച്ചടി, തോരൻ, അവിയൽ, സാമ്പാർ, പരിപ്പ്, മോര്, ചമ്മന്തി, തൈര് മുളക്, തൈര്, പിന്നെ പായസം, മോര്, രസം എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുത്തെ ആഹാരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് നമ്മൾ എപ്പോൾ എന്ത് തുണി എടുക്കാൻ വന്നാലും ഉമ്മ നമ്മളെയും കൊണ്ട് ഇവിടെയാണ് കയറി കഴിക്കുന്നത്. ആ ഒരു ഇത് വെച്ച് കയറിയതാണ്. പക്ഷേ പാൽപ്പായസം ഞാൻ കുടിക്കാത്തതുകൊണ്ട് തന്നെ അതുകൂടെ അതിന് കൊടുത്തു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ മാങ്ങയും മാതളവും വാങ്ങണമായിരുന്നു ഉമ്മക്ക്. അങ്ങനെ അതെല്ലാം വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ അടുത്ത ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് വെള്ളനാട് ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സിലോട്ട് കയറിയിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പിടിച്ചിട്ടുണ്ട്. വീടെത്തിയത് നമ്മുടെ അമ്മ അതിനൊക്കെ ഓടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഈ വാപ്പ വാങ്ങി ഈ 2 മുണ്ട് 1000 മുണ്ടുണ്ടെങ്കിൽ വാപ്പ കാണുമ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ വാപ്പാക്ക് ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ പിന്നെ 2 മുണ്ടും കൂടെ വാപ്പ ഇന്ന് കണ്ട വഴിക്ക് വാങ്ങിയതാണ്. അമ്മുക്കുട്ടിക്കാണെങ്കിൽ നിറയെ ഉടുപ്പും നിക്കറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. വാരി നിരത്തി ഇട്ട് നോക്കുകയാണ്. അവൻ്റെ ഫേവറേറ്റ് കളറാണ് മഞ്ഞ. അവന് മഞ്ഞ ഉടുപ്പ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനെയൊക്കെ എടുത്ത് അലമാരയിൽ വെച്ചിട്ട് ഒരു പാൻറ്റും ഒരു ഉടുപ്പ് എടുത്ത് അവൻ അങ്ങ് ഇട്ടു കേട്ടോ. ഇട്ടതിന് ശേഷം നമ്മളിത് ബാക്കിയുള്ള ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ കട്ടിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാതെ ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കാണാൻ ഇത്രയേ ഉള്ളെങ്കിൽ നല്ല വില കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇനി ഇതെല്ലാം പറക്കി അടിക്കി ഒതുക്കട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ കിടുതാപ്പത ഈ സാധനമാണ് കേട്ടോ. രാമേന്ദ്രയിൽ നിന്ന് കിട്ടിയ ഇതിനകത്ത് ബോൾ ഇട്ടിട്ടൊരു കുന്തത്തി പിടിച്ച് ഞെക്കുമ്പോഴത്തേക്ക് അത് പൊങ്ങി തെറിക്കും. അങ്ങനെ
എന്തോ സംഭവമാണ്. ഇനി ഇത് എത്ര നേരം കൊണ്ട് ഇവന്മാർ തമ്മിൽ അടിയാവും എന്ന് അറിഞ്ഞൂടാ ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വരാൻ കാത്തിരുന്നു. അടുത്ത മഴക്കോൾ കൊണ്ട് കയറിയിട്ടുണ്ട്. ഇപ്പം തന്നെ മഴ പെയ്യുന്നതാണ്. വാപ്പാടെ തുണികളൊക്കെ ഉണങ്ങി കിടക്കുന്നു, പറക്കി കൊണ്ടുപോയാൽ വാപ്പാക്ക് കൊള്ളാം.